Hi all, welcome back to my channel. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയിരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അബ് ഇനീഷ്യോ മെത്തേഡ്സ് ആയിരുന്നു. അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എ റിവ്യൂ ഓഫ് ഹാർട്ട്ലി ഫോക്ക് മെത്തേഡ്സ്, പിന്നെ ദ റൂട്ട് ടു ഹാർട്ട്ലി ഫോക്ക് മെത്തേഡ്, റൂതൻസ് ഓർബിറ്റൽ, റൂതൻ ഹോൾ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് വരുന്നത് ബേസിസ് സെറ്റ് എന്താണ്, അല്ലെങ്കിൽ ബേസിസ് സെറ്റിനെ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അതിൻ്റെ യൂസ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ വരുന്നത്. So let's start with basis sets. They are atom-centered functions used to describe the atomic orbitals, and they are known as basis functions and collectively form a basis set. അതായത് ആദ്യം തന്നെ ബേസിസ് സെറ്റിലെയും ബേസിസ് ഫംഗ്ഷൻ്റെയും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം ഈ കാണുന്ന ബേസിസ് ഫംഗ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The atom-centered functions used to describe the atomic orbitals are known as basis functions. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, molecular orbital theory, it is a mathematical representation of an electron in an orbital. Molecular orbital theory പറയുന്നത് എന്താ, ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണം. മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ? വി ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആയിട്ടോ ഓൾജിബ്രിക് ഇക്വേഷൻ ആയിട്ടോ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഒരു ആറ്റം സെന്റേർഡ് ഫംഗ്ഷൻ ദറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആറ്റോമിക് ഓർബിറ്റൽ ഇസ് നോൺ ആസ് ബേസിസ് ഫംഗ്ഷൻ. And a collection of these basis functions form a basis set. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാനുണ്ട്, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഒരു ആറ്റമിക് ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് ബേസിസ് ഫംഗ്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ബേസിസ് സെറ്റ് എന്ന് പറയുന്നത്. The basis set is an approximate representation of the atomic orbitals. They help us to calculate the molecular orbitals using LCAO approximation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ഈ അബ് ഇനീഷ്യോ കാൽക്കുലേഷൻസ് മിക്കതും തന്നെ ബേസ് ചെയ്യുന്നത് ഹാർട്ട്ലി ഫോക്ക് മെത്തേഡിനെയാണ്. ഹാർട്ട്ലി ഫോക്ക് മെത്തേഡ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു അപ്രോക്സിമേഷനാണ് LCAO അപ്രോക്സിമേഷൻ. ഇതിനെ ശരിക്കും ഹാർട്ട്ലി ഫോക്ക് മെത്തേഡിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അബ് ഇനീഷ്യോ പ്രോഗ്രാം ആണെങ്കിലും ഏത് കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാമിലാണെങ്കിലും മോളിക്കുലർ ഓർബിറ്റൽ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ ആ മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അത് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും അത് ഇൻട്രാക്ഷൻസ് ആണെങ്കിലും സ്ട്രെയിൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ഈ പറയുന്ന ബേസിസ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ they are approximate representation of atomic orbitals which are used to calculate the molecular orbitals. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോളിക്യൂളിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. They are a set of one particle functions used to build molecular orbitals, and they are intended to convert the partial differential equations of the model into algebraic equations suitable for efficient implementation on a computer. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഹാർട്ട്ലി ഫോക്ക് മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം അത് ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കമ്പ്യൂട്ടറിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് റൂതൻസ് ഹോൾ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ഹാർട്ട്ലി ഫോക്ക് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റൂതൻസ് ഹോൾ ഇക്വേഷൻ്റെ പ്രത്യേകത ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സിമ്പിൾ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാം നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ബേസിസ് സെറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരു ബേസിസ് സെറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ താരതമ്യേന ബുദ്ധിമുട്ടായിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ആൾജിബ്രിക് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് സ്യൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻ ഓൺ എ കമ്പ്യൂട്ടർ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ബേസിസ് സെറ്റിൻ്റെ യൂസ്. അപ്പോൾ ബേസിസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് ഓർബിറ്റൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിസ് ഫംഗ്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ് ബേസിസ് സെറ്റ്. ഈ ബേസിസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഈ പറയുന്ന ബേസിസ് സെറ്റിൻ്റെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ, അതായത് നമ്മളീ പറഞ്ഞ മോളിക്കുലർ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ആൾജിബ്രിക് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ബേസിസ് സെറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. Larger basis set give a better approximation to the atomic orbitals as they place fewer restrictions on the wave function. Larger basis set attract a higher computational cost. ഇതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയുടെ തുടക്കം തൊട്ടേ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ്.
നമ്മൾ ഈ പറയുന്ന കൂടുതൽ റിസ്ട്രിക്ഷൻസ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പക്ഷേ അന്നേരം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് താരതമ്യേന കൂടുതലുമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ഹാർട്രി ഫോക്ക് മെത്തേഡിൽ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഈ ഇലക്ട്രോൺസിന്റെ ഒരു നെറ്റ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് പറഞ്ഞതുപോലെ ഒരു നെറ്റ് അല്ലെങ്കിൽ ആവറേജ് ഇന്ററാക്ഷൻ മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഹാർട്രി ഫോക്ക് മെത്തേഡ്സിൽ. ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ട്രൂ എനർജിയേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് ദറ്റ് ഈസ് നോൺ ആസ് ഹാർട്രി ഫോക്ക് ലിമിറ്റ്. അതിൻ്റെ പ്രോബ്ലം ഇതാണ്, ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് കൃത്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ആ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് എടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. കോറിലേഷൻ കൺസിസ്റ്റന്റ് ബേസിസ് സെറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ കോറിലേഷനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻട്രഡക്ഷനും കൂടി തന്നിരുന്നു. മോളർ പ്ലസന്റ് പെർട്ടുർബേഷൻ തിയറി, അതേപോലെ കോൺഫിഗറേഷൻ ഇന്ററാക്ഷൻ, ഇവരുടെയൊക്കെ പ്രത്യേകത ഇവർ ഹാർട്രി ഫോക്ക് ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പ്ലിസിറ്റ് ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് കൺസിഡർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന പ്രോഗ്രാംസ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ആക്യുറസി കൂടുതലായിരിക്കും. പക്ഷേ അവർക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ കോസ്റ്റും കൂടുതലായിരിക്കും, കമ്പ്യൂട്ടേഷണൽ ടൈമും കൂടുതലായിരിക്കും. ഓക്കെ, ബേസിസ് സെറ്റ്സ് ആർ കെയർഫുള്ളി ഡിസൈൻ ടു ഗീവ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ലോവസ്റ്റ് കോസ്റ്റ്. അതാണ് നമ്മൾ ഈ പറയുന്ന ബേസിസ് സെറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാൻ വരുന്നത്. അതായത് ബേസിസ് സെറ്റിന്റെ പ്രത്യേകത, കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പണ്ടേ ഉള്ള ഒരു ചോദ്യമാണ് മുമ്പിലുള്ളത്, ആക്യുറസി വേണോ കോസ്റ്റ് വേണോ, മീൻസ് ആക്യുറസി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണോ അതോ ചീപ്പായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളത്. ബേസിസ് സെറ്റുകളുടെ പ്രത്യേകത, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ആക്യുറസിയിൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ബേസിസ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ വളരെ ആക്യുറസി കൂടിയ ഒരു ബേസിസ് സെറ്റാണ് നമുക്ക് ആവശ്യം, വളരെ ആക്യുറസി കൂടിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വലിയൊരു ബേസിസ് സെറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വലിയൊരു ബേസ് സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ കോസ്റ്റും കൂടും, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ടൈമും കൂടും. ആ സ്ഥലത്ത് നമുക്കിപ്പോൾ അത്ര വലിയൊരു ആവശ്യമില്ല, നമുക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ പോലെ ചെറിയ മോളിക്യൂളാണ് കിട്ടുന്നത്. അതിനാണെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ടൊരു ബേസിസ് സെറ്റ് മതി, നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല. അന്നേരം നമുക്ക് വളരെ ചീപ്പും ആയിരിക്കും, കമ്പ്യൂട്ടിംഗ് ടൈമും വളരെ കുറവായിരിക്കും. നമുക്ക് ഈ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി തന്നെ കുറച്ച് കഴിയുമ്പം ഫയർഫ്ലൈ അല്ലെങ്കിൽ ഗാമസ് പോലുള്ള പ്രോഗ്രാംസ് ഉപയോഗിക്കാറുണ്ട്. അന്നേരം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ ബേസിസ് സെറ്റ്സ് ഇൻ ക്വാണ്ടം കെമിസ്ട്രി. LCAO approximation, molecular orbitals are built from atomic orbitals. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, atomic orbitals combine to form molecular orbitals. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിക്കാനുള്ളതാണ്. Then an orbital is a one electron function. അത് ശ്രദ്ധിച്ചു വയ്ക്കുക, an orbital is described as a one electron function. അത് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ്. Then atomic orbital represented by atom-centered Gaussian in most quantum chemistry programs. അതെന്താ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. Some older programs use SLATER functions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിനെയും ഗോസിയൻ ടൈപ്പ് ഓർബിറ്റലിനെയും പറ്റി ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലും ഗോസിയൻ ടൈപ്പ് ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടൈമും കോസ്റ്റും ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസിന് ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ ടൈം കുറവാണ്, കോസ്റ്റ് കുറവാണ്, പക്ഷേ ആക്യുറസിയും കുറവാണ്. സ്ലേറ്റർ ടൈപ്പ് ഫംഗ്ഷൻസിന് കമ്പ്യൂട്ടേഷൻ ടൈം കൂടുതലാണ്, കോസ്റ്റ് കൂടുതലാണ്, ബട്ട് ആക്യുറസിയും കൂടുതലാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിരുന്നു. നമ്മൾ എന്നിട്ട് അവിടെ സ്ലേറ്റർ ടൈപ്പ് ആൻഡ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസിനെ പറ്റി പറഞ്ഞു. അതേപോലെ നമ്മൾ പറയുകയും ചെയ്തു, സ്ലേറ്റർ ടൈപ്പിന് ആക്യുറസി കൂടുതലാണ്, ബട്ട് ഗോസിയന് ഈ പറയുന്ന ടൈം കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ എടുത്തൊരു പുതിയൊരു ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ് ഒന്നിൽ കൂടുതൽ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസിനെ കമ്പൈൻ ചെയ്ത് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റഡ് GTO'S നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആറ്റോമിക് ഓർബിറ്റൽസിനെ സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗോസിയൻ ടൈപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചില പഴയ പ്രോഗ്രാംസിൽ സ്ലേറ്റർ ടൈപ്പ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഈ സ്ലേറ്റർ ടൈപ്പ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പ്യൂട്ടിംഗ് ടൈം കൂടുതലായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും. ഗോസിയൻ ടൈപ്പ് പ്രോഗ്രാംസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗോസിയൻ ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഒരു സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിൻ്റെ ആക്യുറസിയെ നമുക്ക് മിമിക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഓർബിറ്റൽസ് ആണ് ഇപ്പോഴത്തെ പുതിയ കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ദെൻ ബേസിസ് സെറ്റ്സ് ആൻഡ് ബേസിക് ഫംഗ്ഷൻ. നമുക്ക് ആ ജസ്റ്റ് ഡിഫറൻസ് ഒന്നുകൂടി നോക്കാം, ബേസിസ് സെറ്റും ബേസിസ് ഫംഗ്ഷനായിട്ട് ഡിഫറൻസ്. ദ മോളിക്കുലർ സ്പിൻ ഓർബിറ്റൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ സ്ലേറ്റർ ഡിറ്റർമിനന്റ് യൂഷ്വലി ആർ എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം ചോസൺ ഫംഗ്ഷൻ വിച്ച് ആർ കോൾഡ്
ബേസിസ് ഫംഗ്ഷൻ. അതായത് എന്താണ് ബേസിസ് ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റിയ ഒരു സിംഗിൾ ലൈൻ ആൻസർ ആണ് ഈ കാണുന്നത്. ദ മോളിക്കുലർ സ്പിൻ ഓർബിറ്റൽസ് that are used in Slater determinant usually are expressed as a linear combination of some chosen functions which are called basis function. അതായത് വേറൊന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോളിക്കുലർ ഓർബിറ്റലിൽ ഇരിക്കുന്ന മോളിക്കുലർ ഓർബിറ്റൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ബേസിസ് ഫംഗ്ഷൻസ് എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ ഡെഫിനേഷനായിട്ട് ഈ ഒരു ലൈൻ ഞാൻ കൊടുത്തതേ ഉള്ളൂ. എ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇസ് കോൾഡ് ദ ബേസിസ് സെറ്റ്. അതായത് ഒരുപാട് ബേസിസ് ഫംഗ്ഷൻസിൻ്റെ നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബേസിസ് സെറ്റ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൂട്ടി വെക്കുന്നതെന്ന് നമുക്ക് ഇപ്പം തന്നെ പറയാം. ദ ബേസിസ് ഫംഗ്ഷൻ ഷുഡ് ബി ഡിസ്ക്രൈബിങ് സംതിങ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ബേസിസ് ഫംഗ്ഷൻ ഷുഡ് ബി ഡിസ്ക്രൈബിങ് സംതിങ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ സ്പെരിക്കൽ ഹാർമോണിക്സ്. അതായത് നിങ്ങൾ ഹൈഡ്രജൻ ആറ്റം പഠിച്ച സമയത്ത് ആർ തീറ്റ ഫൈ എന്നുള്ള 3 ടേംസ് പഠിച്ചിരുന്നു. ആർ എന്ന് വെച്ചാൽ റേഡിയൽ കമ്പോണൻ്റ് ആണ്, തീറ്റയും ഫൈയും ആംഗുലർ പാർട്സ് ആണ്. അത് നമ്മൾ സ്പെരിക്കൽ ഹാർമോണിക്സ് എന്ന് പറഞ്ഞു. ഇനി ഈ സ്പെരിക്കൽ ഹാർമോണിക്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ഡിസ്ക്രൈബ് ദ ആംഗുലർ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സ്പെരിക്കൽ ഹാർമോണിക്സിന് ഹൈഡ്രജൻ ആറ്റത്തിന് ആംഗുലർ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പെരിക്കൽ ഹാർമോണിക്സ് മാത്രം കിട്ടിയാൽ നമുക്കൊരിക്കലും ഹൈഡ്രജൻ ആറ്റത്തെ കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്പെരിക്കൽ ഹാർമോണിക്സിൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആംഗുലർ പ്രോപ്പർട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഫെയിൽസ് ടു ഡിസ്ക്രൈബ് ഹൈഡ്രജൻ ആറ്റം വിത്തൗട്ട് റേഡിയൽ ഫംഗ്ഷൻ. സോ ബൈ കൺസിഡറിങ് ബോത്ത് റേഡിയൽ ഫംഗ്ഷൻ ആൻഡ് സ്പെരിക്കൽ ഹാർമോണിക്സ് ഹൈഡ്രജൻ ആറ്റം ക്യാൻ ബി സോൾവ്ഡ്. ഇനി ഒന്നുകൂടി നമ്മൾ ഈ പറഞ്ഞ ബേസിസ് ഫംഗ്ഷനിലേക്ക് വരിക. നിങ്ങൾ ഈ സ്പെരിക്കൽ ഹാർമോണിക്സിനെ ഒരു ബേസിസ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ ഈ പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയൽ ഫംഗ്ഷനെ ആറിനെ നമ്മൾ വേറൊരു ബേസിസ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ബേസിസ് ഫംഗ്ഷനും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു ബേസിസ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹൈഡ്രജൻ ആറ്റത്തെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ തീറ്റയും ഫൈയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് സേസ് അബൌട്ട് ദ ആംഗുലർ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ ഇക്വേഷൻ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റേഡിയൽ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം. പക്ഷേ ഈ രണ്ട് ഫംഗ്ഷൻസും കൂട്ടി വെച്ച്, രണ്ട് ബേസിസ് ഫംഗ്ഷനും കൂടി കൂട്ടി വെച്ചുകൊണ്ട് നമ്മളൊരു ബേസിസ് സെറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ദ കംപ്ലീറ്റ് ഹൈഡ്രജൻ ആറ്റം. അതാണ് ബേസിസ് സെറ്റും ബേസിസ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ബേസിസ് ഫംഗ്ഷനാണ് ഒരു ആറ്റോമിക് ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ബേസിസ് സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനിയിപ്പോൾ നമുക്ക് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽ ഇക്വേഷൻ. phi STO ABC XYZ that is equal to n into x raised to a y raised to b z raised to c into e raised to exponential minus zeta r. ഇവിടെ ഓരോ ടേംസും കൊടുത്തിട്ടുണ്ട്. n is the normalization constant. നമുക്കറിയാലോ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും. n is the normalization constant. ABC control the angular momentum. ABC control the angular momentum. എക്സും വൈയും സെറ്റും എൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ദെൻ സീറ്റ, ഈ ഒരാളെ നമ്മളൊന്ന് പ്രത്യേകം സൂക്ഷിക്കണം. സീറ്റ കൺട്രോൾസ് ദ വിഡ്ത്ത് ഓഫ് ദ ഓർബിറ്റൽ. ലാർജ് സീറ്റ ഗീവ്സ് ടൈറ്റ് ഫംഗ്ഷൻ ആൻഡ് സ്മോൾ സീറ്റ ഗീവ്സ് ഡിഫ്യൂസ് ഫംഗ്ഷൻ. അത് നമ്മുടെ ഓർബിറ്റലിൻ്റെ ആ ഒരു സൈസിനെയാണ് സീറ്റ സൂചിപ്പിക്കുന്നത്. സീറ്റ വാല്യൂ വളരെ ലാർജ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഒരു നമ്മുടെ ഓർബിറ്റിൽ ഇരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ വളരെ അടുത്തായിരുന്നു നമുക്ക് അനുമാനിക്കാം. ആ സ്ഥാനത്ത് സീറ്റയുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ, സീറ്റയുടെ വാല്യൂ താരതമ്യേന കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിഫ്യൂസ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ഓർബിറ്റൽ ന്യൂക്ലിയസിൽ നിന്ന് കുറേ ദൂരെയായിരിക്കും നിൽക്കുന്നത്. Then these are hydrogen-like functions, at least for oneness. However, they lack radial nodes and are not pure spherical harmonics, but they possess correct short-range and long-range behavior. ഓക്കെ, അതൊരു ഇത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഇക്വേഷനിലെ ഓരോ ടേംസും എന്തിനെ സൂചിപ്പിക്കുന്നു, പ്രത്യേകിച്ച് സീറ്റ എന്തിനെ സൂചിപ്പിക്കുന്നു ഓർത്ത് വെക്കുക. കാരണം സീറ്റ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സീറ്റ എന്നുള്ള പേര് നമുക്ക് ഒരുപാട് മുമ്പോട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഡബിൾ സീറ്റ, ട്രിപ്പിൾ സീറ്റ അങ്ങനെ പല കാര്യങ്ങളും മുമ്പോട്ട് പഠിക്കാനുണ്ട്. ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഓർബിറ്റൽ. അതുകൊണ്ട് സീറ്റ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽ. ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽ റെപ്രസെൻറ്റ് ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ കാണാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഗോസിയൻ ടൈപ്പ് ഓർബിറ്റലിൻ്റെയും സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിൻ്റെ ഇക്വേഷൻ തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ പറയുന്ന മൈനസ് സീറ്റ ആർ സ്ക്വയർ ആണ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റലിന്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് സീറ്റ ആർ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗോസിയൻ ഓർബിറ്റലും സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം. എഗെയിൻ ABC കൺട്രോൾസ് ആംഗുലർ മൊമെന്റം, സീറ്റ കൺട്രോൾസ് ദ വിഡ്ത്ത് ഓഫ് ദ ഓർബിറ്റൽ. പക്ഷേ ഈ ഗോസിയനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് നോ ലോങ്ങർ ദ ഹൈഡ്രജൻ ലൈക്ക് ഓർബിറ്റൽ ഈവൻ ഫോർ ദ വണ്ണസ് ഓർബിറ്റൽ. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു കമ്പ്യൂട്ട് ആൻഡ് ഓൾമോസ്റ്റ് യൂണിവേഴ്സലി യൂസ്ഡ് ബൈ ക്വാണ്ടം കെമിസ്റ്റ്. ഇപ്പോൾ ഗോസിയൻ്റെയും ഈ പറയുന്ന സ്ലേറ്ററിൻ്റെയും വലിയൊരു വ്യത്യാസം പറയുന്ന സമയത്ത് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഈ പറയുന്ന വണ്ണസ് ഓർബിറ്റലിനെങ്കിലും ഈ പറയുന്ന ഹൈഡ്രജൻ ലൈക്ക് ഫംഗ്ഷൻ തന്നെയാണ്.
അത് ആക്യുറസി കൂടുതലായിരിക്കും, കമ്പ്യൂട്ടിംഗ് ടൈം കൂടുതലാണെന്നേ ഉള്ളൂ, ബട്ട് ആക്യുറസി എന്ന് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഗോസിയൻ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് അതൊരു കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, ചീപ്പാണ് എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അതാണ് ഗോസിയൻ ടൈപ്പും അതേപോലെ സ്ലേറ്റർ ടൈപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ദെൻ ഇനി അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് ഈ GTO കൊണ്ട് എങ്ങനെ FTOയെ നമ്മൾ മിമിക് ചെയ്യുന്നുള്ളത്. ഇവിടെ നോക്കുക, FTO requires more calculating, which takes tremendous amount of time. However, their calculations have been found to be more accurate than GTOs. On the other hand, GTOs, although less accurate, are much faster to calculate than FTOs. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ by adding several GTOs, we can mimic the FTO's accuracy. As the number of GTOs used increases, the better they were able to model an FTO equation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ് ചേർത്ത് വെച്ച് നമ്മളൊരു ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓർബിറ്റലിന് ഒരു സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിൻ്റെ ആക്യുറസി നമുക്ക് പോസിബിൾ ആണ്. എത്രത്തോളം GTOs നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മൾ യൂസ് ചെയ്ത ഓർബിറ്റലിൻ്റെ സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റലിൻ്റെ ആക്യുറസി മിമിക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 2 GTOs കമ്പൈൻ ചെയ്തിട്ട് ഒരു FTO നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാളും എന്തുകൊണ്ടും ആക്യുറസി കൂടുതലായിരിക്കും 6 GTOs ഉപയോഗിച്ച് FTO നമ്മൾ ഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ഓക്കെ, when using GTOs to model FTOs, the new equations are given by a new name. They are identified as FTO-NG equation, where N is a constant that represents the number of GTOs used. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഫോർ ഇൻസ്റ്റൻസ്, 2 common equations are FTO-3G and FTO-6G. FTO-3G എന്ന് വെച്ച് കഴിഞ്ഞാൽ it is an FTO-like orbital formed by using 3 Gaussian type orbitals. 3 Gaussian type orbitals ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു FTO-like ഓർബിറ്റലാണ് FTO-3G. ആ സ്ഥാനത്ത് FTO-6G means it is a slater type like orbital formed by using 6 Gaussian type orbitals. 6 Gaussian type ഓർബിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു FTOയെ നമ്മൾ മിമിക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷനാണ് FTO-6G എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, ആദ്യത്തിൽ 3 ഗോസിയൻ ഉപയോഗിച്ചുകൊണ്ട് FTOയെ മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നു, രണ്ടാമത്തിൽ 6 ഗോസിയൻ ഉപയോഗിച്ചുകൊണ്ട് FTOയെ മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ രണ്ടുപേരും താരതമ്യേന ആക്യുറസി കൂടുതൽ ആർക്കായിരിക്കും? FTO-6G തന്നെയായിരിക്കും, ബിക്കോസ് ഇറ്റ് യൂസസ് മോർ ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ്. അതാണ് നമ്മുടെ ഈ പറഞ്ഞ FTO-3Gയും FTO-6Gയും. ജനറലി നമ്മൾ FTO-NG എന്നാണ് പറയുന്നത്, വേർ N represents the number of Gaussian type orbitals used to mimic an FTO. ഇവിടെ ഒരു കുഴപ്പം, FTO-3G കഴിഞ്ഞാൽ അതിനേക്കാൾ ആക്യുറസി 6Gക്ക് കൂടുതലായിരിക്കും, ഇനി 9G ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ആക്യുറസി കൂടുതലായിരിക്കും, FTO-12G ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ആക്യുറസി കൂടുതലായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസിൻ്റെ എണ്ണം നമ്മൾ വെറുതെ കൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. അവിടെ നമുക്ക് മറ്റ് കുറച്ച് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് ഒരു FTOയുടെ ആക്യുറസി നമ്മൾ മിമിക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വെറുതെ ഗോസിയൻ ഓർബിറ്റൽസ് ചുമ്മാ കൂട്ടി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതിലും നമുക്ക് എളുപ്പമുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് വേറെയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കോൺട്രാക്റ്റഡ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നേ ഉള്ളൂ. FTOs are more accurate, but it takes longer to compute integrals using them. So we use a linear combination of enough GTOs to mimic an FTO. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. We use linear combination of enough GTOs to mimic an FTO. A combination of GTOs used to mimic an FTO is called FTO-NG, even though it is made of contracted GTOs. കാര്യം നമ്മൾ FTO-NG എന്ന് പറയുന്നുണ്ട്, അതൊരു സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽ അല്ല FTO എന്ന് പറയുന്നുണ്ടെങ്കിലും it is actually formed by the linear combination of many Gaussian type orbitals. പക്ഷേ FTO എന്ന് പറയാൻ കാരണം we are combining these Gaussian type orbitals in order to mimic the FTO orbital accuracy. Contracted GTO can be represented as n into summation c I x raised to a y raised to b z raised to c e raised to minus theta r. ഇവിടെ ഈ പറഞ്ഞ സമ്മേഷൻ c I എന്നുള്ള ടേം മാത്രമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ സമ്മേഷൻ ടേം വരാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺട്രാക്റ്റഡ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ യൂസിങ് മെനി GTOs ടു റെപ്രസെൻറ്റ് ആൻ FTO. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ബേസിസ് സെറ്റിലേക്ക് വരാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ബേസിസ് സെറ്റിനെ പറ്റി പഠിക്കാം. ആദ്യം മിനിമൽ ബേസിസ് സെറ്റ് കണ്ടെയ്ൻസ് മിനിമം നമ്പർ ഓഫ് ബേസിസ് ഫംഗ്ഷൻ ടു അക്കോമഡേറ്റ് ഓൾ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം. അതായത് ഏറ്റവും മിനിമം ബേസിസ് സെറ്റാണത്. അവിടെ ബേസിസ് ഫംഗ്ഷൻസ് വളരെ കുറവായിരിക്കും. ഒരു ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കുറച്ച് ഫംഗ്ഷൻസ് ഉപയോഗിച്ചാൽ മതിയോ അത്രയും കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുള്ളൂ. മിനിമൽ ബേസിസ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കാനുള്ളൊരു കാരണം വേറൊന്നും കൊണ്ടല്ല, കമ്പ്യൂട്ടേഷൻ കുറേ കൂടെ എളുപ്പമായിരിക്കും. ആക്യുറസി താരതമ്യേന നമുക്ക് ഒരു നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും, എന്നിരുന്നാലും കമ്പ്യൂട്ടേഷൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ സിമ്പിൾ സിസ്റ്റംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മിനിമൽ ബേസിസ് സെറ്റിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ബേസിസ് ഫംഗ്ഷൻസ് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ യൂസിങ് ഹൈഡ്രജൻ, ഒരു ഒറ്റ ഫംഗ്ഷൻ്റെ ആവശ്യമുള്ളൂ, കാരണം 1s ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ.
കാർബണിൻ്റെ കേസിലേക്ക് പോകുമ്പോൾ 5 എണ്ണം വേണം. 1s ഉണ്ട്, 2s ഉണ്ട്, 2px, 2py, 2pz ഉണ്ട്. അലൂമിനിയത്തിലേക്ക് പോകുന്ന സമയത്ത് 9 എണ്ണം വേണ്ടി വരും. ഫംഗ്ഷൻസ് ആർ ഓൾവേസ് ആറ്റ് ഇൻ ഷെൽസ്. നമുക്ക് ഈ ഷെൽസിൻ്റെ എണ്ണം വെച്ച് മാത്രം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന ഒരു ആറ്റത്തെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ബിക്കോസ് ദർ ഈസ് ഓൺലി 1s ഓർബിറ്റൽ. പക്ഷേ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാർബണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ 5 ഫംഗ്ഷൻസ് വരുന്നുണ്ട്. സോ ഒരു ഗിവൺ സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഓർബിറ്റലിനെയാണ് നമ്മൾ മിനിമൽ ബേസിസ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി മിനിമൽ ബേസിസ് സെറ്റ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മിനിമൽ ബേസിസ് സെറ്റ് 1 ബേസിസ് ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊരു FTO ആയിരിക്കാം, GTO ആയിരിക്കാം, കോൺട്രാക്റ്റഡ് GTO ആയിരിക്കാം ഫോർ ഈച്ച് ആറ്റോമിക് ഓർബിറ്റൽ ഇൻ ദ ആറ്റം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മളിവിടെ കാർബണിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു. കാർബണിൻ്റെ കേസിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഹൈഡ്രജൻ്റെ കേസിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മിനിമൽ ബേസിസ് വെച്ച് നമ്മൾ ഹൈഡ്രജൻ്റെ കേസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു FTOയോ അല്ലെങ്കിൽ ഒരു GTOയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റഡ് GTOയോ മാത്രം മതി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഹൈഡ്രജൻ ഒറ്റ ആറ്റോമിക് ഓർബിറ്റലേ ഉള്ളൂ. പക്ഷേ കാർബണിൻ്റെ കേസിലേക്ക് പോകുന്ന സമയത്ത് അത് പോരാ. കാരണം കാർബണിൻ്റെ കേസിൽ 5 ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ FTO ആണെങ്കിലും GTO ആണെങ്കിലും CGTO ആണെങ്കിലും നമുക്ക് മിനിമം 5 ഫംഗ്ഷൻസ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ദ ബേസിസ് സെറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം may be limited to only a single basis function. കാരണം ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ. whereas for carbon atom the basis set will contain at least 5 basis functions. അതാണ് നമ്മുടെ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഈ പറയുന്ന മിനിമൽ ബേസിസ് സെറ്റ് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഡബിൾ സീറ്റ ബേസിസ് സെറ്റ്. ഞാൻ നേരത്തെ സീറ്റ എന്ന ടേം ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് പ്രത്യേകത ഇറ്റ് യൂസസ് 2 ബേസിസ് ഫംഗ്ഷൻ ഫോർ ഈച്ച് ആറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ഇറ്റ് അലൗസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പേഷ്യലി ഡിഫറൻസ് ബോണ്ട് അറ്റ് ദ സെയിം ആറ്റം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. 1s ഓർബിറ്റൽ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് മതിയായിരുന്നു? ഒരു ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ഓർബിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യായിരുന്നു. ബട്ട് ഇഫ് യു ആർ യൂസിങ് എ ഡബിൾ സീറ്റ ബേസിസ് സെറ്റ്, ഒരു ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം 2 ബേസിസ് ഫംഗ്ഷൻ വേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കാർബൺ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ കേസിൽ അവിടെ എന്തുണ്ട്? 5 ഓർബിറ്റൽസ് വരുന്നുണ്ട്. ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഓരോ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ബേസിസ് ഫംഗ്ഷൻസ് വരും. ദെയർഫോർ ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് ഓഫ് കാർബൺ ആറ്റം വിൽ കണ്ടെയ്ൻ 10 ബേസിസ് ഫംഗ്ഷൻസ്. 10 ബേസിസ് ഫംഗ്ഷൻ ഉണ്ടാവും. സോ ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് ഓഫ് കാർബൺ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് അലൗസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പേഷ്യലി ഡിഫറെൻറ്റ് ബോണ്ട്സ് അറ്റ് ദ സെയിം ആറ്റം. അതായത് ഒരു ആറ്റത്തിനകത്ത് തന്നെ നമുക്ക് ഈ കൂടുതൽ ഡിഫ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ സൈസ് കൂടിയ ഒരു ആറ്റത്തിൻ്റെ കേസ് നമ്മൾ എടുക്കുക. ആ ആറ്റത്തിലുള്ള ഈ പറയുന്ന ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ഒരേ ആറ്റം തന്നെയായിരിക്കും, പക്ഷെ എന്നാലും അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അങ്ങനത്തെ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോൺസ് നമ്മുടെ ആറ്റത്തിൽ ഉണ്ടെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോൺസിനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് മിനിമൽ ബേസിസ് സെറ്റ് കൊണ്ട് മതിയാവില്ല. അതിന് പകരം എന്ത് വേണ്ടി വരും? ഡബിൾ സീറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഉണ്ട്, ട്രിപ്പിൾ സീറ്റ, ക്വാഡ്രപ്പിൾ സീറ്റ, അങ്ങനെയൊക്കെ വേറെ ബേസ് സെറ്റ് ഉണ്ട്, അത് വേണ്ടി വരും. സോ ഈ ഡബിൾ സീറ്റ തൊട്ടുള്ള അല്ലെങ്കിൽ മിനിമൽ ബേസ് സെറ്റിന് മുകളിലേക്കുള്ള ബേസ് സെറ്റുകൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് അലൗസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പേഷ്യലി ഡിഫറൻസ് ബോണ്ട് അറ്റ് ദ സെയിം ആറ്റം. സീറ്റ അതായത് ഈ പറഞ്ഞ സിമ്പിൾ സീറ്റ വാല്യൂ അക്കൗണ്ട്സ് ഫോർ ദ സൈസ് ഓഫ് ദ ആറ്റോമിക് ഓർബിറ്റൽ. ഈ പറയുന്ന ആറ്റമിക് ഓർബിറ്റലിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് ഈ പറയുന്ന ആറ്റമിക് ഓർബിറ്റൽ കൂടുതൽ 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 ദൂരേക്ക് പോകുന്തോറും അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ വ്യത്യാസം വരുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മോർ ആക്യുറേറ്റ്ലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ട്രിപ്പിൾ സീറ്റ ഉണ്ട്. ട്രിപ്പിൾ സീറ്റ ബേസിസ് എന്ന് പറയുമ്പം 3 ബേസിസ് ഫംഗ്ഷൻസ് ഫോർ ഈച്ച് ആറ്റോമിക് ഓർബിറ്റൽ. ക്വാഡ്രപ്പിൾ സീറ്റ് എന്ന് പറയുമ്പോൾ 4 ബേസിസ് ഫംഗ്ഷൻ ഫോർ ഈച്ച് ആറ്റോമിക് ഓർബിറ്റലാണ്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വരുന്നത് ഹാവിങ് ഡിഫറെൻറ്റ് സൈസ്ഡ് ഫംഗ്ഷൻസ് അലൗ ദ ഓർബിറ്റൽ ടു ഗെറ്റ് ബിഗർ ഓർ സ്മോളർ വെൻ അതർ ആറ്റംസ് അപ്രോച്ച് ഇറ്റ്. അതായത് നമുക്ക് ഈ പറയുന്ന ഒരു വലിയൊരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കൂടി ആക്യുറസി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിൽ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന്. ആദ്യം നമ്മൾ FTO ആൻഡ് GTO തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കോൺട്രാക്റ്റഡ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസിനെ പറ്റി പറഞ്ഞു. നമ്മൾ ആക്യുറസി കിട്ടാൻ വേണ്ടിയും ടൈം കൺസ്യൂമിങ് കുറയ്ക്കാൻ വേണ്ടിയും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ CGTO'S യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മിനിമൽ ബേസിസ് സെറ്റിനെയും അതേപോലെ തന്നെ ഡബിൾ സീറ്റ ആൻഡ് ട്രിപ്പിൾ സീറ്റ ബേസിസ് സെറ്റുകളെ പറ്റി പറഞ്ഞു. മിനിമൽ ബേസിസ് സെറ്റിൻ്റെ എന്ന് വെച്ചാൽ ഒറ്റ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഒരു ഓർബിറ്റലിന് ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ കാർബൺ ആറ്റം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആകെ എന്ത് മതി? 5 ബേസിസ് ഫംഗ്ഷനുള്ള ഒരു ബേസിസ് സെറ്റ് മാത്രം മതിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ആക്യുറസി കൂട്ടാൻ വേണ്ടി നമ്മൾ ഡബിൾ സീറ്റ ബേസിസ് സെറ്റിനെ പറ്റി പഠിച്ചു.
അതായത് ഒരു ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ബേസിസ് ഫംഗ്ഷൻ. സോ കാർബൺ ആറ്റം ആണെങ്കിൽ എന്ത് വേണ്ടി വരും? 10 ബേസിസ് ഫംഗ്ഷൻ വേണ്ടി വരും അവിടെ അന്നേരം. നേരത്തെ തന്നെ ഇരട്ടിയോളം ബേസിസ് ഫംഗ്ഷൻസ് വേണം. പക്ഷേ അന്നേരം അത്രയും ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്താലും ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ആക്യുറസി. കാരണം സ്പേഷ്യലി ഡിഫറൻ്റ് ആയിട്ടുള്ള ബോണ്ടുകളെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഡബിൾ സീറ്റ ഓർ ഹയർ സീറ്റ ബേസിസ് സെറ്റുകളെ കൊണ്ട് സാധിക്കും. ട്രിപ്പിൾ സീറ്റ വരുന്ന സമയത്ത് അവിടെ 3 ബേസിസ് ഫംഗ്ഷനാണ് ഒരു ആറ്റമിക് ഓർബിറ്റൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു STO3G, STO6G, STO12G എന്ന് പറഞ്ഞ് കയറിപ്പോവാതെ STO3G കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ബേസിസ് സെറ്റുകളിലെ ഡബിൾ സീറ്റ, ട്രിപ്പിൾ സീറ്റ എന്നുള്ള പറഞ്ഞ ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ല വെറുതെ ഈ പറയുന്ന ഗോസിയൻസിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുപോകാതെ ഇതുപോലെയുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കും മിനിമൽ ബേസിസിനേക്കാളും ആക്യുറസി ഉണ്ട് ഡബിൾ സീറ്റയ്ക്ക്, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് ട്രിപ്പിൾ സീറ്റ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഫംഗ്ഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻസ് കൂടുതൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാഡ്രപ്പിൾ സീറ്റ 5 6 അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ വരുന്ന സമയത്തുള്ളൊരു കുഴപ്പം, മിനിമലിനേക്കാളും കമ്പ്യൂട്ടിംഗ് ടൈമും കോസ്റ്റും കൂടുതലായിരിക്കും ഡബിൾ സീറ്റ വരുമ്പോൾ, അതിനേക്കാളും കമ്പ്യൂട്ടിംഗ് ടൈമും കോസ്റ്റും കൂടുതലായിരിക്കും ട്രിപ്പിൾ സീറ്റ വരുന്ന സമയത്ത്. സോ നമുക്ക് ഈ ആക്യുറസി മാത്രം കൂട്ടിയാൽ പോരാ, നമുക്ക് എന്ത് വേണം? അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോസ്റ്റും അതേപോലെ കമ്പ്യൂട്ടിംഗ് പവറും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്, സ്പ്ലിറ്റ് വാലൻസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ സ്പ്ലിറ്റ് വാലൻസ് ബേസിസ് വിച്ച് യൂസസ് ഓൺലി 1 ബേസിസ് ഫംഗ്ഷൻ ഫോർ ഈച്ച് കോർ ആറ്റമിക് ഓർബിറ്റൽ ആൻഡ് ദ ലാർജർ ബേസിസ് ഫോർ ദ വാലൻസ് ആറ്റമിക് ഓർബിറ്റൽ. നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യാം. ഒരു ആറ്റത്തെ നമുക്ക് ഇലക്ട്രോൺസിനെ രണ്ടായിട്ട് തിരിക്കാം, കോർ ഇലക്ട്രോൺസും വാലൻസ് ഇലക്ട്രോൺസും. ഇതിനകത്തെ കോർ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ന്യൂക്ലിയസിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അവർക്ക് സാധാരണ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒന്നും അധികം വരാറില്ല, അങ്ങനെ സഫർ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ബട്ട് ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ആറ്റത്തിന്റെ പുറത്തിരുന്ന് ഈ പറയുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ഇൻട്രാക്ഷൻസ് വരുന്നത്. സോ ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം വാലൻസ് ഇലക്ട്രോൺസ് ആണ് അതിന്റെ എനർജിയിലേക്ക് ശരിക്കും കാര്യം പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡബിൾ സീറ്റ, ട്രിപ്പിൾ സീറ്റ ബേസിസ് സെറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രിപ്പിൾ സീറ്റ ബേസിസ് സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ആ ആറ്റത്തിൽ എന്തുമാത്രം ഓർബിറ്റൽസ് ഉണ്ടോ അതിൻ്റെ 3 ഇരട്ടി ബേസിസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അന്നേരം കമ്പ്യൂട്ടിംഗ് ടൈമും അതേപോലെ കോസ്റ്റ് നമുക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്ലിറ്റ് വാലൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സ്പ്ലിറ്റ് വാലൻസിന്റെ പ്രത്യേകത, ഇന്നർ കോർ ആറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ ഒരു ബേസിസ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുള്ളൂ, ബട്ട് വി ആർ യൂസിങ് ലാർജർ ബേസിസ് ഫംഗ്ഷൻസ് ഫോർ വാലൻസ് ആറ്റോമിക് ഓർബിറ്റൽസ്. വാലൻസ് ആറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ ഒന്നിൽ കൂടുതൽ ബേസിസ് ഫംഗ്ഷൻസ്, ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്നർ കോർ ആറ്റോമിക് ഓർബിറ്റൽസിന് നമുക്കൊരു മിനിമൽ ബേസിസ് സെറ്റ് കൊടുക്കാം, എന്നിട്ട് വാലൻസ് ആറ്റോമിക് ഓർബിറ്റൽസ് നമുക്കൊരു ഡബിൾ സീറ്റോ ട്രിപ്പിൾ സീറ്റോ കൊടുക്കാം. ശരിക്കും നമ്മൾ ട്രിപ്പിൾ സീറ്റോ കൊടുത്തു പോയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, മൊത്തമുള്ള ഇലക്ട്രോൺസിന്റെ എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടോ അതിന്റെ 3 ഇരട്ടി ബേസിസ് ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നേനെ. സ്പ്ലിറ്റ് വാലൻസ് ഉള്ളതുകൊണ്ട് കോർ ഇലക്ട്രോൺസ് കാര്യമായിട്ട് എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു മിനിമൽ ബേസ് സെറ്റ് കൊടുത്ത് അവരെ മാറ്റി നിർത്താം. വാലൻസ് ഓർബിറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാം, കൂടിയ ബേസ് സെറ്റുകളെ നമുക്ക് കൊടുക്കാം, ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള ഡബിൾ സീറ്റോ ട്രിപ്പിൾ സീറ്റോ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് കമ്പ്യൂട്ടിംഗ് ടൈമും നമുക്ക് ലാഭിക്കാൻ സാധിക്കും, അതേപോലെ ആക്യുറസി നമുക്ക് കൂടുതൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. സ്പ്ലിറ്റ് വാലൻസ് ബേസിസ് സെറ്റ്, ഈച്ച് വാലൻസ് ഓർബിറ്റൽസ് ആർ മോഡൽഡ് ബൈ 2 or more ബേസിസ് ഫംഗ്ഷൻ ദാറ്റ് ഹാവ് ഡിഫറെന്റ് എക്സ്പോണൻസ്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. സ്പ്ലിറ്റ് വാലൻസിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മിനിമൽ ബേസിസ് എന്ന് വെച്ചാൽ 1s ആറ്റമിക് ഓർബിറ്റൽ. സോ ഒരു ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മിനിമൽ ബേസ് സെറ്റിന് ആവശ്യമുള്ളൂ. കാർബൺ ആറ്റത്തിന്റെ മിനിമൽ ബേസ് സെറ്റ് വരുന്ന സമയത്ത് 5 ബേസിസ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1s-ഉം 2s-ഉം 2px-ഉം 2py-ഉം 2p4 ഉള്ളതുകൊണ്ട് തന്നെ 5 ആറ്റമിക് ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ട് മിനിമൽ ബേസ് സെറ്റ് ആണെങ്കിൽ എന്ത് വേണം, 5 ബേസിസ് ഫംഗ്ഷൻസ് അവിടെ യൂസ് ചെയ്യണം. കാർബൺ ആറ്റം ഡബിൾ സീറ്റ ബേസ് സെറ്റ് ആണെങ്കിൽ എന്ത് വേണം, 10 ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. 10 ബേസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം 5 ഓർബിറ്റൽ ഉണ്ട്, ഡബിൾ സീറ്റ് ആയതുകൊണ്ട് 10 ബേസിസ് ഫംഗ്ഷൻസ് വേണം. നെക്സ്റ്റ്, പോളറൈസേഷൻ ഫംഗ്ഷൻസ്. As other atoms approach, an atom's orbital might want to shift to one side or the other. നമ്മുടെ ആറ്റത്തിന്റെ വേറൊരു ആറ്റം നമ്മുടെ ആറ്റത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചാർജ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം അവിടെ ഒരു ചെറിയ ഷിഫ്റ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയായിരിക്കുമല്ലോ, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ വേറൊരു പോസിറ്റീവ് ചാർജ് കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, ഒരു പോളറൈസേഷൻ സംഭവിക്കും, ബിക്കോസ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യുള്ളൂ. An s orbital can polarize in one direction if it is mixed with a p orbital. A p orbital can polarize if mixed with a d orbital. In general, to polarize a basis function with angular momentum, mix it with basis functions of angular momentum L+1. അതേപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല.
This gives polarized double theta or double theta plus polarization base set etc. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പോളറൈസേഷൻ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആകെ ഈ പറയുന്ന ആറ്റംസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആറ്റമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ലോജിക്ക് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആറ്റമിക് ഓർബിറ്റൽസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ അതനുസരിച്ച് അവരുടെ ഷേപ്പിൽ ഷിഫ്റ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വരുന്ന ഷിഫ്റ്റിംഗ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോളറൈസേഷൻ ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ആസ്ട്രിക്സ്, ഒരു സ്റ്റാർ മാർക്ക് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്ലസ് മാർക്ക് ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് പിന്നീട് നമുക്ക് പോപ്പിൾസ് ബേസിസ് സെറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം നൊട്ടേഷൻ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫ്യൂസ് ഫംഗ്ഷൻ. See, diffuse functions have small zeta exponents. This means that the electron is held far away from the nucleus. ഈ സീറ്റയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സീറ്റ കുറവാണെങ്കിൽ വി ഗെറ്റ് ടൈറ്റ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് സീറ്റ കുറവാണെങ്കിൽ ദ ഓർബിറ്റൽ ഓർ ഇലക്ട്രോൺ ഈസ് സിംപ്ലി വെരി ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ഈ പറഞ്ഞ സീറ്റയുടെ വാല്യൂ കുറവാകുന്നതനുസരിച്ച്, സീറ്റയുടെ വാല്യൂ എന്തുമാത്രം കുറവാകുന്നോ അതനുസരിച്ച് നമ്മുടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിൽ നിന്ന് പരമാവധി ദൂരേക്ക് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സീറ്റയുടെ വാല്യൂ കുറയുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റ എക്സ്പൊണൻസ് കുറയുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഇസ് ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എന്തുമാത്രം ദൂരേക്ക് പോകുന്നോ അത്രമാത്രം എക്സ്റ്റേണൽ ഫീൽഡായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി this diffused function, it is necessary for anions, Rydberg states, very electronegative atoms with a lot of electron density. അപ്പോൾ ഈ പറയുന്ന ഈ ഓർബിറ്റിൽ എന്തുമാത്രം ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറുന്നോ, അതിപ്പം ആനിയോൺസിൻ്റെ കേസ് എടുക്കുക, അവിടെ ഓൾറെഡി ഒരു ചാർജ് ഉള്ളതാണ്. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ ഈ ഡിഫ്യൂസ് ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. നെസസറി ഫോർ ആക്യുറേറ്റ് പോളറൈസബിലിറ്റീസ് ഓർ ബൈൻഡിങ് എനർജീസ് ഓഫ് വാൻ ഡെർ വാൽസ് കോംപ്ലക്സസ്. And it is very bad to do computations on anions without using diffuse functions. Results could change completely. അപ്പോൾ ഡിഫ്യൂസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന മെയിൻലി ആനിയോൺസിൻ്റെ കേസിലോ റിഡ്ബർഗ് സ്റ്റേറ്റിലോ അതുപോലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ കേസിലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി പോപ്പിൾ ബേസിസ് സെറ്റ്. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ച ബേസിസ് സെറ്റുകളെല്ലാം കൂടെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പോപ്പിൾ ബേസിസ് സെറ്റ് വാസ് ഇൻഫാക്ട് ക്രിയേറ്റഡ് ബൈ ജോൺ പോപ്പിൾ, നൊബേൽ ലോറേറ്റ് ആണ്. അദ്ദേഹമാണ് പോപ്പിൾ ബേസിസ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്ഡ് ബൈ ലേറ്റ് നൊബേൽ ലോറേറ്റ് ജോൺ പോപ്പിൾ ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ദ ഗോസിയൻ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. STO3G is a minimal set in which each atomic orbital is represented by 3 Gaussians chosen to mimic the behavior of an STO. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു വന്ന കാര്യങ്ങളിൽ നമ്മളിനി പോപ്പിൾ ബേസിസ് സെറ്റിനെ പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പോപ്പിൾ എന്താണ്, നമ്മുടെ ബേസിസ് സെറ്റുകളെ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. STO3G എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ബേസിസ് സെറ്റാണ്. നമ്മളിനിയിപ്പം മുമ്പോട്ട് പഠിക്കാൻ പോകുന്ന സമയത്തുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാംസ് ആയിട്ടുള്ള ഫയർഫ്ലൈയിലും ഗ്യാമസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബേസ് സെറ്റാണ് STO3G. STO3G is a minimal basis set in which each atomic orbital is represented by 3 Gaussians. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Pople's split valence double theta basis set is called 631G. The core orbital is a contracted GTO made of 6 Gaussians and the valence is described by 2 orbitals, one contracted GTO made of 3 Gaussians and one single Gaussian. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് 321G പറഞ്ഞിരുന്നു സ്പ്ലിറ്റ് വാലൻസ് പറഞ്ഞ സമയത്ത്. ഇവിടെ പോപ്പിൾ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ ബേസിസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 631G ആണ്. 631Gയുടെ പ്രത്യേകത, കോർ ഓർബിറ്റൽ ഈസ് എ കോൺട്രാക്റ്റഡ് GTO മെയ്ഡ് ഓഫ് 6 Gaussians and the valence is described by 2 orbitals, one CGTO made of 3 Gaussians and one single Gaussian. അപ്പോൾ ഈ പറയുന്നതിനകത്ത് സ്പ്ലിറ്റ് വാലൻസ് എന്ന് പറയാൻ കാരണം കോറിന് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ്, 6 ഗോസിയൻസ് ഉപയോഗിച്ചുള്ളൊരു CGTO ആണ്. വാലൻസ് ഓർബിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 വ്യത്യസ്ത CGTOs ആണ്. ഒരു CGTO made up of 3 Gaussian type orbitals and one other Gaussian type orbital. ഇത് നമ്മൾ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ എന്ന് പറയും. കാരണം വാലൻസ് ഓർബിറ്റൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, 2 വ്യത്യസ്ത ഗോസിയൻ ഫംഗ്ഷൻസ് ആണ്. 631G star or 631G-D is 631G with an added depolarization function on non-hydrogen atoms. അതായത് നമ്മുടെ 631G സ്റ്റാർ ഓർ 631G-D എന്ന് പറയുന്നത് ഒരു പോളറൈസേഷൻ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓർബിറ്റലാണ്, ഒരു ബേസ് സെറ്റാണ്. ആൻഡ് 631G ഡബിൾ സ്റ്റാർ ഈസ് 631G സ്റ്റാർ പ്ലസ് പി പോളറൈസേഷൻ ഫംഗ്ഷൻ ഫോർ ഹൈഡ്രജൻ. അതായത് 631G ഓർബിറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇറ്റ് ഈസ് എ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ ബേസിസ് സെറ്റ്
ആ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ ബേസിസ് സെറ്റിലേക്ക് ഡീപോളറൈസേഷൻ ഫംഗ്ഷൻ ഓൺ നോൺ ഹൈഡ്രജൻ ആറ്റംസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 631G സ്റ്റാർ കിട്ടി. ഇനി അതിനകത്തേക്ക് ഈ 631G സ്റ്റാറിലേക്ക് നമ്മൾ ഈ പി പോളറൈസേഷൻ ഫംഗ്ഷൻസ് ഫോർ ഹൈഡ്രജൻ ആറ്റംസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 631G ഡബിൾ സ്റ്റാർ കിട്ടി. ഈ രണ്ടുമാണ് നമ്മുടെ പോളറൈസേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന ഓർബിറ്റൽസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ 6311G is a split valence triple theta basis set. It adds 1 GTO to 631G. അതായത് നമ്മൾ നേരത്തെ പഠിച്ച 631Gക്കകത്ത് കോർ ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 6 ഗോസിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു CGTO ആണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കോർ ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 6 ഗോസിയൻസ് ഉപയോഗിച്ച ഒരു CGTO ആണ്. പക്ഷെ വാലൻസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡബിൾ സീറ്റയാണ്, ആ സ്ഥാനത്ത് ഇവിടെ ട്രിപ്പിൾ സീറ്റയാണ്. ഇവിടെ വാലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 3 ഗോസിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു CGTOയും ഓരോ ഗോസിയൻ യൂസ് ചെയ്യുന്ന 2 ഗോസിയൻ ഓർബിറ്റൽസും ആണ്. ഇവിടെ എന്തേ ഉള്ളൂ? 3 ഗോസിയൻസ് ഉപയോഗിക്കുന്ന ഒരു CGTOയും പിന്നെ ഒരു അഡീഷണൽ GTOയും മാത്രമേ ഉള്ളൂ. ഇവിടെ അന്നേരം ഒരു GTO കൂടുതലുണ്ട്, ട്രിപ്പിൾ സീറ്റയാണ്. നെക്സ്റ്റ് 631+G. ഇറ്റ് ഈസ് എ 631G ആഡഡ് വിത്ത് ഡിഫ്യൂസ് ഫംഗ്ഷൻസ് ഫോർ നോൺ ഹൈഡ്രജൻ ആറ്റംസ്. അതായത് നമ്മൾ ഈ പറയുന്ന 631G നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത 631G സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ എന്തുകൂടി ഉണ്ട്? ഡിഫ്യൂസ് ഫംഗ്ഷൻസ് ഫോർ നോൺ ഹൈഡ്രജൻ ആറ്റംസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ പറയുന്ന 631G+G എന്ന് പറഞ്ഞ ഓർബിറ്റിൽ റെപ്രസെന്റ് ചെയ്തത്, ബേസ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്തത്. ആൻഡ് 631++G എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. 631++G എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഹാസ് ഡിഫ്യൂസ് ഫംഗ്ഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ബേസിസ് സെറ്റുകളെ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് നോക്കാം. പോപ്പിൾ ബേസിസ് സെറ്റുകളുടെ ഒരു ടേബിൾ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ മിനിമൽ ബേസിസ് സെറ്റ് തൊട്ട് നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിച്ച ബേസിസ് സെറ്റ് വരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നും നോക്കാം. ഓരോ ബേസിസ് സെറ്റും എന്താണെന്നും അവിടെ നമുക്ക് ഹൈഡ്രജൻ, വാട്ടർ, ബെൻസീൻ ഈ പറഞ്ഞ 3 സിസ്റ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ എന്തുമാത്രം ബേസിസ് ഫംഗ്ഷൻസ് ആണ് ഓരോ ബേസിസ് സെറ്റും ഡിമാൻഡ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ FTO3G. FTO3G means it is a minimal basis set formed by 3 Gaussian-type orbitals. 3 Gaussian-type ഓർബിറ്റൽസിനെ ലീനിയർലി കമ്പൈൻ ചെയ്തിട്ട് ഒരു FTOയെ മിമിക് ചെയ്യുന്ന ഒരു മിനിമൽ ടൈപ്പ് ബേസിസ് സെറ്റ് ആണ് ഈ പറയുന്ന FTO3G എന്ന് പറയുന്നത്. ജസ്റ്റ് എ മിനിമൽ ബേസിസ് സെറ്റ്. ആൻഡ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, ഹൈഡ്രജൻ്റെ കേസിൽ ഒരു ഫംഗ്ഷനെ ആവശ്യമുള്ളൂ, കാരണം ഹൈഡ്രജൻ ഒറ്റ ഓർബിറ്റിലേ ഉള്ളൂ. വാട്ടറിൻ്റെ കേസിൽ അവിടെ 7 ഫംഗ്ഷൻസ് വേണ്ടി വരും, കാരണം വാട്ടറിന് 7 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്സിജൻ്റെ മുകളിൽ 5 എണ്ണം, 1s, 2s, 2px, 2py, 2pz. ദെൻ ഹൈഡ്രജൻ്റെ മുകളിൽ 2 1sഉം, മൊത്തം 7 ഓർബിറ്റൽസ് വാട്ടറിൻ്റെ കേസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ FTO3G ബേസിസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ 7 ബേസിസ് ഫംഗ്ഷൻസ് വേണ്ടി വരും. ബെൻസീൻ്റെ കേസിൽ 36 ബേസിസ് ഫംഗ്ഷൻ വേണ്ടി വരും, അത്രയും ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് 631G. ഇത് സ്പ്ലിറ്റ് വാലൻസ് എന്ന് പറയാനുള്ള ഒരു കാരണം ഈ ഹൈഫൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. സോ കോർ ഇലക്ട്രോൺസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഇറ്റ് ഇസ് എ CGTO ഫോംഡ് ബൈ കമ്പൈനിങ് 6 GTOs. 6 ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ഒരു CGTOയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോർ ഇലക്ട്രോൺസിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വാലൻസ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡബിൾ സീറ്റ ബേസിസ് സെറ്റ് ആണ്. ഡബിൾ സീറ്റ എന്ന് പറയാനുള്ള ഒരു കാരണം 3 ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത ഒരു CGTOയും പിന്നെ ഒരു ഗോസിയൻ ടൈപ്പ് ഓർബിറ്റലും, ഇത് രണ്ടും കൂടിയാണ് ഇവിടെ വാലൻസ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഡബിൾ സീറ്റ സ്പ്ലിറ്റ് വാലൻസ് ബേസിസ് സെറ്റ്. ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ 2 ഓർബിറ്റൽസ് റെപ്രസെന്റ് ചെയ്യാൻ 2 ബേസ് ഫംഗ്ഷൻ വേണ്ടി വരും. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ 13, ബെൻസിൻ്റെ കേസിലാണെങ്കിൽ 66. അത്രയും ബേസിസ് ഫംഗ്ഷൻസ് വേണ്ടി വരും. ഇത് നമ്മൾ ഓർത്ത് വെക്കണമെന്നില്ല, നമുക്ക് ആകെ ഇത് രണ്ടും മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഞാൻ പിന്നെ ഒരു എക്സാമ്പിളായിട്ട് അതിൻ്റെ എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആവുന്നു മുമ്പോട്ട് പോകുമ്പോൾ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ 631G_D, ദാറ്റ് ഈസ് ഡബിൾ സീറ്റ സ്പ്ലിറ്റ് വാലൻസ് വിത്ത് ഡീപോളറൈസേഷൻ. അതേപോലെ 631G_D_P ഡബിൾ സീറ്റ സ്പ്ലിറ്റ് വാലൻസ് വിത്ത് D and P പോളറൈസേഷൻ. 6311+G_D_P ഇറ്റ്സ് എ ട്രിപ്പിൾ സീറ്റ സ്പ്ലിറ്റ് വാലൻസ് with D and P polarization and diffuse function for non-hydrogen atoms. ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, 6311++G_D_P ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? ട്രിപ്പിൾ സീറ്റ സ്പ്ലിറ്റ് വാലൻസ് വിത്ത് D and P polarization and diffuse functions for hydrogen atoms also, hydrogen atoms അതും കൂടി വരും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോപ്പിൾ ബേസിസ് സെറ്റിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. നമ്മൾ ബേസിസ് സെറ്റും ബേസിസ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ബേസിസ് സെറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ദെൻ ബേസിസ് സെറ്റിൽ നമ്മൾ ആദ്യം മിനിമൽ ബേസിസ് സെറ്റും ഡബിൾ ഫീറ്റ ട്രിപ്പിൾ ഫീറ്റ ബേസിസ് സെറ്റുകളെ പറ്റി പഠിച്ചു. ദെൻ നമ്മൾ കോൺട്രാക്റ്റഡ് GTO'S എന്താണെന്ന് പഠിച്ചു. FTOയും GTOയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അതേപോലെ തന്നെ സ്പ്ലിറ്റ് ബാലൻസ് ബേസിസ് സെറ്റുകൾ എന്താണെന്ന് പഠിച്ചു. ദെൻ അത് കഴിഞ്ഞ് പോളറൈസേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡിഫ്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ദെൻ പോപ്പിൾസ് ബേസിസ് സെറ്റുകളെ പറ്റി നമ്മളൊന്ന് പഠിച്ചു. ജോൺ പോപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബേസിസ് സെറ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് പോപ്പിൾ ബേസിസ് സെറ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ബേസിസ് സെറ്റുകളെ പറ്റി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ അബ് ഇനീഷ്യോ മെത്തേഡ്സിൻ്റെ ഇൻട്രൊഡക്ഷനിലെ ഓൾമോസ്റ്റ് ഒരു 75% കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അബ് ഇനീഷ്യോ മെത്തേഡ്സിനെ പറ്റി. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനും ബേസിസ് സെറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വരുന്നത് കുറച്ച് പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സിനെ പറ്റി പഠിക്കാനുള്ളൂ. പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹാർട്രി ഫോക്കിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇലക്ട്രോണിക് ഇൻട്രാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രോബ്ലം. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് വന്നിരുന്നത്. നമുക്കിനി അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So, thank you all.